തൃക്കാക്കര മുതലാണ് കോൺഗ്രസ് തങ്ങളുടെ സ്ട്രാറ്റജിയും സ്റ്റൈലും ഒക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചത്. എല്ലാ ഗ്രൂപ്പ് വഴക്കങ്ങളും എല്ലാ ഉൾപാർട്ടി പ്രശ്നങ്ങളും മറന്ന് പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ KPCC അധ്യക്ഷൻ K സുധാകരൻ്റെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിൻ്റെയും നേതൃത്വത്തോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞ തൃത്താല, പിന്നീടുള്ള പാലക്കാടും അത് കഴിഞ്ഞുള്ള വയനാടും ചേലക്കരയിൽ കഴിയുന്ന തരത്തിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചതുമെല്ലാം ആ ഐക്യത്തോടുകൂടിയുള്ള യാത്രയുടെ ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന അണികളാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. ഒരു പ്രത്യേക രാഷ്ട്രീയ സ്ട്രാറ്റജി, ഒരു പ്രത്യേക ഇലക്ഷൻ സ്ട്രാറ്റജി കോൺഗ്രസിന് ഈ അടുത്തിടയിൽ കൈവന്നിട്ടുണ്ട്. മണ്ഡലത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ മണ്ഡലത്തിനെ ലോക്സഭാ മണ്ഡലമാണെങ്കിൽ നിയമസഭാ മണ്ഡല തലത്തിൽ വേർതിരിച്ച് അതിൽ ബ്ലോക്ക് തലത്തിൽ വേർതിരിച്ച് പഞ്ചായത്ത് തലത്തിൽ വേർതിരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക്, സംസ്ഥാന തലത്തിലെ മുഖങ്ങളായി നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഓരോ പഞ്ചായത്തിൻ്റെയും നേതൃത്വം നൽകി കൃത്യമായ കണക്കുകൾ ശേഖരിച്ച് അങ്ങനെ വലിയ കാര്യക്ഷമതയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ ഓരോന്നിനെയും അഭിമുഖീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരും ചേലക്കരയും ഒഴികെയുള്ള മറ്റ് മണ്ഡലങ്ങളിലെല്ലാം UDFന് വിജയിക്കുവാൻ സാധിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്നായി കാണുന്നത് ആ ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനം തന്നെയാണ്. പിന്നീടുള്ള പാലക്കാട്, ചേലക്കര, വയനാട് ഇവിടെയെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചതും ഇതേ ഐക്യത്തിൻ്റെ, ഇതേ കരുത്തിൻ്റെ ഫലമായി തന്നെയാണ് കോൺഗ്രസ് അണികളും കാണുന്നത്. ഇപ്പോൾ അതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ വിജയിക്കുവാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കണക്കാക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ UDF മുന്നണിയാണെങ്കിൽ പോലും, ആ മുന്നണിയേക്കാൾ കുറച്ചുകൂടി കരുത്തായി സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒരു കാലത്ത് പിണറായി വിജയൻ സ്വന്തം പിതൃതുല്യനാണെന്നും പിണറായി വിജയൻ ഗുരുതുല്യനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പഴയ കോൺഗ്രസ്സുകാരനായ, പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ MLA ആയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച നിലമ്പൂരിൻ്റെ മുൻ MLA PV അൻവർ ആയിരുന്നു. ആ PV അൻവർ ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുവന്ന UDFന് പിന്തുണ നൽകി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന VS ജോയിയോ, ആര്യാടൻ ഷൗക്കത്തോ UDFൻ്റെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കുന്നോ അവർക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടായി PV അൻവർ മുൻപിൽ നിൽക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഭരണവിരുദ്ധ വികാരമാണ്. ആ ഭരണവിരുദ്ധ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് കഴിയുന്ന രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളത് വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസിനും UDFനും നൽകുന്നത്. മൂന്നാമത് അവിടുത്തെ DCC അധ്യക്ഷനായ VS ജോയിയാണ്. VS ജോയി സംഘടനാ മികവ് കൊണ്ട് കരുത്ത് തെളിയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. പല പാർട്ടിയിൽ നിന്ന് സ്വതന്ത്ര മനോഭാവം ഉണ്ടായിരുന്നവർ അങ്ങനെ പലരെയും കോൺഗ്രസിലേക്ക്, ആ പാർട്ടിയിലേക്ക് അംഗത്വം എടുപ്പിക്കുവാൻ കഴിയുന്ന കരുത്തിലേക്ക് സംഘടനാ പ്രവർത്തനത്തിലൂടെ പാർട്ടിക്ക് ജില്ലാതലത്തിൽ വളർച്ച ഉണ്ടാക്കി കൊടുത്ത നേതാവാണ്. സ്വാഭാവികമായും ഈ 3 ഫാക്ടറുകൾ മാത്രം മതി കോൺഗ്രസിന് നിലമ്പൂരിൽ വിജയിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും, അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ വിജയപ്രതീക്ഷയും വിജയസാധ്യതയും ഏറെയാണ് എന്ന് കണക്കാക്കാൻ. എന്നാൽ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതായത് നിലമ്പൂരിൽ നടക്കുവാൻ പോകുന്ന ശക്തമായ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃനിരയിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ AP അനിൽകുമാറിനെയാണ്. അതായത് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പിനെ കണക്കിലെടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ DCC അധ്യക്ഷനായ VS ജോയി എല്ലാ പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മുഴുവൻ വോട്ടർമാരെയും വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോകുന്ന പഞ്ചായത്ത് തലത്തിൽ ജില്ലാ നേതാക്കന്മാർക്ക് നേതൃത്വം നൽകി ഓരോരുത്തരെയും ഓരോ പഞ്ചായത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വളരെ കരുത്തായി വളരെ മുന്നോട്ട് നിലവിൽ DCC അധ്യക്ഷൻ 1ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കാര്യങ്ങൾ നീക്കുമ്പോൾ 2ാം ഘട്ടം KPCC അധ്യക്ഷനായ K സുധാകരൻ ഏറ്റെടുത്ത KPCC യോഗം വിളിച്ചു വരുത്തി KPCCയിലെ അംഗങ്ങളെയും കോൺഗ്രസിൻ്റെ മുഖ്യധാരാ നേതാക്കന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി ആരെ ആ നേതൃനിരയിലേക്ക് ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം ഏൽപ്പിക്കണമെന്ന ചോദ്യം ഉയർത്തി അവിടേക്ക് AP അനിൽകുമാറിനെ നിയമിക്കുകയായിരുന്നു. AP അനിൽകുമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. AP അനിൽകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായി നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുവാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് ചെയ്യുവാൻ പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം KPCCയുടെ നേതൃത്വത്തിൽ പിന്നീട് ചെയ്യുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭാ മണ്ഡലത്തിനെ പഞ്ചായത്ത് തലത്തിൽ വേർതിരിച്ച് സംസ്ഥാന തലത്തിൽ മുഖമായി നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഓരോ പഞ്ചായത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ നൽകി അവരുടെ താഴെ ബ്ലോക്ക് തലത്തിൽ ഒരു ടീമുണ്ടാക്കി അങ്ങനെ റിവേഴ്സ് സ്ട്രാറ്റജിയിൽ ഒരു തന്ത്രം പയറ്റുവാൻ തന്നെയാണ് കോൺഗ്രസ് ഇക്കുറി നിലമ്പൂരിലും തീരുമാനമെടുത്തിട്ടുള്ളത്. മറ്റു മണ്ഡലങ്ങളിലെ പോലെ പാലക്കാട് പോലെ ശക്തമായൊരു പോരാട്ടത്തിൻ്റെ ഭൂമിയായൊന്നും നിലമ്പൂർ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ട തരത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉള്ളത്.
കാരണം ഇടതുപക്ഷത്തിൻ്റെ വളക്കൂറുള്ള മണ്ണായി 2016-ലും 2021-ലും നിന്ന് നിലമ്പൂരിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ UDF-ന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ്. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിച്ച് വിജയിച്ചു വന്ന അതേ നിലമ്പൂരിൽ അദ്ദേഹം രാജിവെച്ച് UDF-ന് പിൻബലം നൽകുമ്പോൾ അവിടെ UDF-ന് വലിയ ആത്മവിശ്വാസം തന്നെയാണ് വർദ്ധിക്കുന്നത്. ഇവിടെ ഉയർന്ന മറ്റൊരു ചോദ്യം, DCC അധ്യക്ഷനായ VS ജോയി അല്ലാതെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ AP അനിൽകുമാറിന് നേതൃത്വം നൽകുമ്പോൾ വീണ്ടും VS ജോയി എന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ സാധ്യത വർദ്ധിക്കുന്നു എന്ന് കൂടി കണക്കിലാക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിനും അവിടെ പ്രസക്തി ഏറെയാണ്. ഏപ്രിൽ മാസം അവസാനമോ മെയ് മാസം ആദ്യമോ ആയി തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കും എന്ന ഒരു ബോധ്യത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ഇവിടെ നിലമ്പൂരിൽ ഇനി ആരാകും സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ആദ്യം മുതൽ പറയുന്ന രണ്ട് പേരുകളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ വരികയാണ്.